വിദേശത്ത് പഠിക്കാൻ പോകാതിരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്ലിങ്ങിനെ പരിചയപ്പെടാം. ഡോക്ലിംഗ് ഒരു സ്റ്റുഡൻറ് സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതായത് ഡോക്ലിംഗ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഏറ്റവും അടിപൊളി കൺസൾട്ടൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശത്തുള്ള സ്റ്റുഡൻസ് ആയിട്ട് കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് വിദേശത്ത് എത്തിക്കഴിയുമ്പോൾ അക്കോമഡേഷൻ, എയർപോർട്ട് പിക്കപ്പ് ഒക്കെ നമുക്ക് ഡോക്ലിംഗ് വഴി അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പോകുന്ന സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്ത് ഡോക്ലിംഗ് വഴി ഏൺ ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് ഡോക്ലിംഗ് എങ്ങനെ ഉപയോഗിക്കാനും ഡോക്ലിംഗ് വഴി എങ്ങനെ ഏൺ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോയ്ക്ക് പോണതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ എനേബിളും ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഡോക്ലിംഗിന്റെ ഡാഷ്ബോർഡ് തന്നെ. അപ്പം വൺസ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ പോസ്റ്റ്, മൈ പ്രൊഫൈൽ, എക്സ്പ്ലോർ, ഏജൻസി ഫൈൻഡർ, അക്കോമഡേഷൻ, എയർപോർട്ട് പിക്കപ്പ്, റെഫറൻസസ്, ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് ന്യൂ പോസ്റ്റ് ആണ്. അപ്പോൾ ഇതിന്മേൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് മൈ പ്രൊഫൈൽ സെക്ഷൻ. ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ വ്യൂ ചെയ്യാം, നിങ്ങൾ ഇട്ട പോസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ മാനേജ് പ്രൊഫൈലിൽ പോവുക, അതിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വന്ന എക്സ്പ്ലോർ, ഇവിടെ നിങ്ങളുടെ പോസ്റ്റ്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പോസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഏജൻസി ഫൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ബെസ്റ്റ് കൺസൾട്ടൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, സബ്മിറ്റ് അടിക്കുക. അപ്പോൾ അവർ നിങ്ങളെ 24 മണിക്കൂറിനുള്ളിൽ കോൺടാക്ട് ചെയ്യും. പിന്നെ വന്നതാണ് നമ്മുടെ അക്കോമഡേഷൻ. ഇതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വിദേശത്ത് എത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, അത് സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇത് സെയിം തന്നെയാണ് എയർപോർട്ട് പിക്കപ്പും. അതായത് വിദേശത്ത് എത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എയർപോർട്ട് പിക്കപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യണ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യണ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ റെഫറൻസ് സെക്ഷൻ ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്ത് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഇതിൽ ലോഗിൻ ചെയ്ത് ഡോക്ലിംഗ് ത്രൂ അവരൊരു അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 5000 രൂപ വരെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ലീഡിനുള്ള പേ ഔട്ട് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഡോക്ലിംഗിന്റെ ബേസിക് ഫീച്ചേഴ്സ്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ഡോക്ലിംഗിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഡോക്ലിംഗിൽ 2 ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, രണ്ടാമത്തെ ബിസിനസ് അക്കൗണ്ട്. ബിസിനസ് അക്കൗണ്ട് കംപ്ലീറ്റ്ലി ഫോർ കൺസൾട്ടൻസീസ് ആണ്. പക്ഷെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഫോർ സ്റ്റുഡൻസ്. പിന്നെ അത് ഫ്രീ ആണ്. അപ്പൊ ഇതിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 ചോയ്സ് വരും. ഒന്ന് പ്ലാനിങ് ടു എൻറോൾ, പിന്നെ എൻറോൾഡ്, പിന്നെ കംപ്ലീറ്റഡ്. അങ്ങനെ 3 ചോയ്സ്. പ്ലാനിങ് ടു എൻറോൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ അത് ചൂസ് ചെയ്യുക. രണ്ടാമത്തേന്ന് വെച്ചാൽ കംപ്ലീറ്റഡ് ആണ്. അതിപ്പോൾ നിങ്ങൾ വിദേശത്ത് എത്തിക്കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് എത്തി കഴിഞ്ഞു, ഒരു കോഴ്സ് എടുത്തു, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്നുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻറോൾഡ് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ ഈ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇത്ര സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേഷൻ സക്സസ്ഫുൾ ആയി. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഏജൻസി ഫൈൻഡർ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. വൺസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൈറ്റ് കൊണ്ടുപോകുന്നത് ഏജൻസി ഫൈൻഡറിക്കാണ്. അതായത് ഏജൻസി ഫൈൻഡർ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ബെസ്റ്റ് കൺസൾട്ടൻസിനെ കണ്ടുപിടിക്കാൻ. ഡോക്ലിംഗ് കേരളത്തിൽ തന്നെ ബെസ്റ്റ് കൺസൾട്ടൻസീസ് ആയിട്ട് പാർട്ട്നർഡ് ആണ്. അപ്പൊ ഡോക്ലിംഗ് വഴി നിങ്ങൾക്ക് ബെസ്റ്റ് കൺസൾട്ടൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനായി നിങ്ങൾക്ക് ഏജൻസി ഫൈൻഡറിലെ ബേസിക് ഡീറ്റെയിൽസ് ആയ ഏത് രാജ്യത്താണ് നിങ്ങൾ പോണേ, ഏത് ഇൻടേക്കാണ് നിങ്ങൾ നോക്കണേന്നൊക്കെ ഉള്ളത് സബ്മിറ്റ് ചെയ്യുക. വൺ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാർട്ട്ണർ ഏജൻസികൾക്ക് നിങ്ങളുടെ ഡാറ്റ ഷെയർ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളെ 24 മണിക്കൂറിനുള്ളിൽ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അവരായിട്ട് ഷെയർ ചെയ്ത് നിങ്ങളുടെ എബ്രോഡിക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. അതായത് ഇതിൽ വരുന്ന മെയിൻ ഇനിയുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ പോസ്റ്റ്, എയർപോർട്ട് പിക്കപ്പ്, അക്കോമഡേഷൻ, അതുപോലെ തന്നെ റെഫറൻസസ്. അപ്പൊ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വിദേശത്ത് പോയി കഴിഞ്ഞ് അവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നോക്കി, അത് നമുക്ക് ഈ പോസ്റ്റ് വഴി സാധിക്കും. അപ്പൊ ഈ പോസ്റ്റിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ വഴി ഇവിടെ നിന്ന് നിങ്ങളെ ഒരു സ്റ്റുഡന്റിന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റുഡൻസ് തമ്മിലുള്ള ഒരു കണക്ഷൻസ് വരുത്താൻ പറ്റും. അതിനാണ് പോസ്റ്റ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ എയർപോർട്ട് പിക്കപ്പ്. ഇപ്പൊ നിങ്ങൾ വിദേശത്ത് പോകാൻ ഉദ്ദേശിച്ചു, അപ്പൊ അവിടെ ഇതുപോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, അതായത് എയർപോർട്ട് പിക്കപ്പിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ എയർപോർട്ട് പിക്കപ്പ് വഴി ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നത്തെ വരുന്നതാണ് അക്കോമഡേഷൻ. ഈ എയർപോർട്ട് പിക്കപ്പ് പോലെ തന്നെ വിദേശത്ത് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അവിടെ ഒരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി വരുന്നതാണ് റെഫറൻസസ്. ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ
വിദേശത്ത് ചെന്ന് കഴിഞ്ഞ് ഇവിടെയുള്ള സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് പല രീതിയിലും ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടേക്ക്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസ് ലിങ്ക് ആക്റ്റീവ് ചെയ്ത് അത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ലിംഗ് വഴി അവർ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് റെഫറൻസ് സെക്ഷൻസ് ത്രൂ ഒന്ന് പോയി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇത്രയും പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് ഡോക്ലിംഗ് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഡോക്ലിംഗിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് ഏജൻസിനെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അബ്രോഡിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പും നമ്മുടെ ഡോക്ലിംഗ് വഴി നിങ്ങൾ വെക്കുക. അപ്പൊ ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി ചോദിക്കാം. അപ്പൊ അതിനുള്ള ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ കയറാൻ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.